15 വർഷങ്ങൾക്ക് മുൻപ് ഇസ്ലാമിക് സ്റ്റേറ്റ്സ് തീവ്രവാദികളുടെ ഭീകരാക്രമണം മൂലം തകർന്നുപോയ സിറിയയിലെ വടക്കുപടിഞ്ഞാറൻ ആലപ്പോയിൽ സ്ഥിതി ചെയ്യുന്ന ബ്രാഡ് ഗ്രാമത്തിൽ വിശുദ്ധ മറോണിന്റെ പുരാതന ദേവാലയത്തിന്റെ അവശേഷിപ്പുകൾക്ക് സമീപം വൈദികരും വിശ്വാസികളും ചേർന്ന് വിശുദ്ധ കുർബാനയർപ്പിച്ചു. 1.5 പതിറ്റാണ്ടിന് ശേഷമാണ് മാരണൈറ്റ് തീർത്ഥാടന കേന്ദ്രമായ സെന്റ് മാറോൻ പള്ളിയുടെ ശേഷിപ്പുകൾക്ക് സമീപം വിശുദ്ധ കുർബാന നടന്നത്. മാരണൈറ്റ് സ്കൗട്ട്സിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച തീർത്ഥയാത്രയുടെ ഭാഗമായിട്ടായിരുന്നു ബലിയർപ്പണം. ചരിത്രമുറങ്ങുന്ന ദേവാലയത്തിൽ 15 വർഷത്തിന് ശേഷം നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ഖാൻഡി മഹാന കാർമ്മികത്വം വഹിച്ചു. പുരാതന ക്രൈസ്തവ കേന്ദ്രങ്ങൾ പുനരുജ്ജീവിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് മാരണൈറ്റ് സ്കൗട്ട്സിന്റെ നേതൃത്വത്തിൽ തീർത്ഥയാത്ര സംഘടിപ്പിച്ചത്. തീർത്ഥയാത്രയിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. IS ഭീകരരുടെ അധിനിവേശത്തിലും തുടർന്നുണ്ടായ യുദ്ധത്തിലും ഭാഗികമായ കേടുപാടുകൾ സംഭവിച്ച സന്യാസി തൗഫിക് അജ്ബിന്റെ വസതിയായിരുന്ന ഗുഹ ചാപ്പലും സമീപത്തുള്ള സെന്റ് സിമിയോൺ ദി സ്റ്റൈലൈറ്റ് ദേവാലയത്തിന്റെ അവശിഷ്ടങ്ങളും തീർത്ഥാടക സംഘം സന്ദർശിച്ചു. ചെറുപ്പക്കാരും പ്രായമായവരുമടങ്ങുന്ന 80-ലധികം പേർ തീർത്ഥാടനത്തിൽ പങ്കെടുത്തു. സിറിയയിൽ IS ഭീകരരുടെ ആക്രമണത്തിലും തുടർന്ന് ഇവർക്കെതിരായ യുദ്ധത്തിലുമായി സെന്റ് മാറോൻ തീർത്ഥാടന കേന്ദ്രം ഉൾപ്പെടെ നിരവധി ദേവാലയങ്ങളാണ് തകർക്കപ്പെട്ടത്. നൂറുകണക്കിന് ക്രൈസ്തവർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് ഭവനങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. ഇസ്ലാമിക തീവ്രവാദികൾ വൻ നാശം വിതച്ച മേഖലയാണ് ആലപ്പോ. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.